ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിന് മുമ്പേ ഞങ്ങൾക്ക് വരുവാൻ, നമുക്കെല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകിയല്ലോ. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി നമ്മൾ യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 മുതൽ 7 വരെയുള്ള വാക്യമാണ് ശ്രദ്ധിച്ചേ. നമുക്ക് അതിൻ്റെ 8 മുതലുള്ള വാക്യം വായിക്കാം. Isaiah chapter 41 verse 8 onwards. യെശയ്യാ പ്രവചനം 41 അതിൻ്റെ 8 മുതൽ നമുക്ക് വായിക്കാം. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളോവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റുകൊണ്ട് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും. ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർ പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്തെ സരളവൃക്ഷവും പയിൻ മരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. അത്രയും മതി. നമ്മൾ 20 വാക്യം വരെ വായിച്ചു. നമ്മൾ ഈ 8 വാക്യം തൊട്ട് മുന്നോട്ട് ധ്യാനിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ച ആ ഭാഗം, സർവശക്തനായ ദൈവം ലോകത്തോട്, ജനത്തോട് അരുളി ചെയ്യുന്ന, ദ്വീപുകളോട് ദൈവം അരുളി ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചല്ലോ. സർവ മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം. സർവ മാനവജാതി പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യൻ പ്രസിഡൻ്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വലിയ ശക്തിയുള്ള രാജ്യമാണ്. പക്ഷേ അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് മാത്രമായിട്ട് ഒരു പ്രസിഡൻ്റാണ്. അദ്ദേഹം അവിടെ പറയുന്നത് നമ്മൾ ഇന്ത്യയിലുള്ളവർക്ക് നമുക്കത് വില കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് അവരുടെ പ്രസിഡൻ്റാണ്. നമുക്ക് ജസ്റ്റ് ഒരു സാധാരണക്കാരൻ പോലെ തന്നെ. പക്ഷെ സർവശക്തനായ ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഒരു രാജ്യത്തോട് മാത്രമല്ല, ദൂരദ്വീപങ്ങളിലായിരിക്കുന്നവരോടും സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആരും ഇതിന്ന് മാറി നിൽക്കുന്നില്ല. സകല മനുഷ്യരോട് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ആ അരുളപ്പാട് എന്തുവായിരുന്നു? ദൈവത്തിൻ്റെ അന്യായ സിംഹാസനത്തിൻ്റെ മുമ്പേ ഒന്ന് വാ, നിങ്ങളെ തന്നെ ഒന്ന് ബലപ്പെടുത്ത്. വായിച്ചേ അതിൻ്റെ 1 വാക്യം, 41:1 നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ്.
ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതെ ഇരുപ്പിൻ. എൻ്റെ മുമ്പേ മിണ്ടാതെ ഇരുപ്പീൻ. ജാതികൾ ശക്തിയെ പുതുക്കട്ടെ. ജാതികൾ ശക്തിയെ പുതുക്കട്ടെ. അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ. നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. നാം തമ്മിൽ ന്യായവാദം ചെയ്യാൻ വേണ്ടി സർവശക്തനായ ദൈവം വെട്ടുക്കിളികളായ നമ്മളോട്, മനുഷ്യനോട് പറയുക, ന്യായവാദം ചെയ്യാൻ വേണ്ടി ഒന്ന് അടുത്തുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും വചനം കേട്ടിട്ട് തന്നെ ഇരുന്ന് ധ്യാനിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. സകല മനുഷ്യജാതിയോട് പറയുക, ഒന്ന് അടുത്തുക. അത് നമ്മൾ 7-ാമത്തെ വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. തമ്മിൽ ബലപ്പെടുത്തിയിട്ട് അവർ പറയുന്നത് എന്താ? നമുക്ക് ഒരു രൂപത്തെ ഉണ്ടാക്കാം, ഒരു ദൈവത്തെ ഉണ്ടാക്കാം. അതിനൊരു രൂപം കൊടുത്തു, ആണി അടിച്ച് അതിനെ സ്ഥിരപ്പെടുത്തി. സർവശക്തൻ സംസാരിക്കുക. നീ ഉണ്ടാക്കിയ ദൈവം കണ്ടോ? നിന്റെ കൈയോണ്ട് ഉണ്ടാക്കിയത്, അതിൻ്റെ കോലം കണ്ടോ? ആണി അടിച്ചില്ലെങ്കിൽ അത് നിൽക്കാൻ പോലും കഴിയത്തില്ല. ഒന്ന് നിന്ന് ചിന്തിച്ചേ. ഏലിയാവും ബാലിൻ്റെ പ്രവാചകന്മാർ നിന്ന് അവർ യാഗത്തിൻ്റെ മുമ്പേ തുള്ളുമ്പോൾ ഏലിയാവ് അവരെ പരിഹസിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. തീയർക്ക്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സർവശക്തൻ പറയുക, നിങ്ങളുണ്ടാക്കിയ രൂപമില്ലയോ? സ്വർണം കൊണ്ട് പൂശി. മനുഷ്യ, നിന്റെ സൃഷ്ടിച്ചവനെ നീ രൂപം കൊടുക്കാനാണ് നീ ശ്രമിക്കുന്നത്. നമ്മളും ചില ചിത്രങ്ങളുടെ മുമ്പേ, നമ്മളിൽ ചിലരുണ്ട് ചിത്രങ്ങൾ വരച്ചതിൻ്റെ മുമ്പേ നിന്ന് കരയുന്നവരുണ്ട്. മനുഷ്യൻ തൻ്റെ കൈകൊണ്ട് വരച്ച ഒരു ചിത്രം, കുറെ പെയിൻറ്റും കലക്കി അതിന് കുറെ പെയിൻറ്റും കളറും കൊടുത്തു. അതിൻ്റെ മുമ്പേ നിന്നാണോ നീ കരയുന്നത്? അതിന് വിടുവിക്കാൻ കഴിയുമോ? സർവശക്തൻ നേരിട്ട് സംസാരിക്കുമ്പോൾ മനുഷ്യന് വാദിക്കാൻ വല്ലതും ഉണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് 8-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. വേഴ്സ് 8. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. അത്രയും മതി. ഇനി ജാതികളോട്, ലോകമനുഷ്യനോട് സംസാരിച്ചിട്ട് ദൈവം ഇനിയും സംസാരിക്കുന്നത് തൻ്റെ ജനമായ ഇസ്രായേൽ പറയുമ്പോൾ നമ്മളൊന്ന് നിന്ന് ചിന്തിച്ചേ. യെശയ്യാവ് യഹൂദയോടില്ലയോ സംസാരിച്ചത്? ഇസ്രായേൽ 2 ഭാഗമായല്ലോ. 10 ഗോത്രങ്ങൾ ഇസ്രായേലായി അറിയപ്പെടുന്നു, 2 ഗോത്രങ്ങൾ യഹൂദയായി അറിയപ്പെടുന്നു. പിന്നെ ഇവിടെ ഇസ്രായേൽ എന്തിനാ പറയുന്നത്? ഇസ്രായേലിൻ്റെ കഥ കഴിഞ്ഞല്ലോ. സർവശക്തൻ്റെ ദൃഷ്ടിയിൽ ഇവർ രണ്ട് രാജ്യങ്ങളല്ല, ഇതൊരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ വിളിക്കുന്നത്. അടുത്തത്, ഏലിയാവ് കർമ്മേലിൻ്റെ മലമേളിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിനും 12 കല്ലുണ്ട്. 2 യാഗപീഠമല്ല ഉണ്ടാക്കിയത്, 12 കല്ലുള്ള ഒരു യാഗപീഠം. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇസ്രായേൽ ഒന്നാണ്. നീ ഇവിടെ ഈ ജനത്തെ ദൈവം വിളിക്കുന്നേ ഇംഗ്ലീഷിലാണേ, ബട്ട് ദൗ ഇസ്രായേൽ. ജാതികളോട് അവരുടെ ദേവീദേവന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ട് ദൈവം ഇനി ശ്രദ്ധ തിരിച്ചത് സ്വന്തം ജനത്തോലേക്കാ. ബട്ട് ദൗ ഇസ്രായേലേ എന്ന് എന്തിനാ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നത്? തൻ്റെ ജനം അടിമത്വത്തിൽ, ആലയം തകർന്നു പോയി, ചാരമായി മാറി. ദാനിയേൽ മുട്ടയിൽ നിന്നുകൊണ്ട് ചാരത്തിയിരുന്നുകൊണ്ട് കരയുക. സ്വന്തം ജനത്തെ അടിമത്വത്തിൽ ആക്കിയിട്ട് സർവശക്തൻ സംസാരിക്കുന്ന രീതിയൊന്നും നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിലർ ചിന്തിക്കാറുണ്ട്, സാത്താൻ ഇതെല്ലാം ചെയ്തു, ദൈവം ഇവിടെ അടുത്തൊന്നുമില്ല, അതുകൊണ്ട് ദൈവത്തെ വിളിക്കുക. ദൈവം അടുത്തെങ്ങുമില്ല, ഇതെല്ലാം സാത്താൻ്റെ തന്ത്രമാ പറഞ്ഞുകൊണ്ട്
എൻ്റെ ചുറ്റും മുഴുവൻ സാത്താൻ, എന്നെ കഷ്ടത്തിൽ ഈ സാത്താനാക്കിയത് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പേ നിലവിളിക്കുക. ദൈവത്തിൻ്റെ സ്വഭാവം ഒന്ന് നോക്കിയേ. ഈ കഷ്ടതയിലാക്കിയിട്ട് ദൈവം തന്നെ പറയുന്നത്, ഇസ്രായേലേ എന്ന് ഈ ജനത്തെ വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്രായേലിൻ്റെ പുറയിലുള്ള അർത്ഥം, ഇസ്രായേൽ എൻ്റേത്, ഇവരുടെ പുറത്ത്, ഈ ജനത്തിൻ്റെ പുറത്ത് വാഴുന്നത് ദൈവമാണ്. അതാ ഇസ്രായേൽ വാക്കിൻ്റെ അർത്ഥം. പീപ്പിൾ ഗവേൺഡ് ബൈ ഗാഡ്. ഇവരുടെ പുറത്ത്, ഈ ജനത്തിൻ്റെ പുറത്ത് വാഴുന്നവൻ, ഒരുവൻ വാഴുന്നുണ്ട്. അവൻ്റെ അടിമകളല്ല, അവൻ വാഴുന്നുണ്ട്. അവൻ്റെ ജനമായത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേലേ. വാഴുന്നവൻ സ്വന്തം ജനത്തോട് പറയുക, ഇസ്രായേലേ ഒന്നിന്നെ. എൻ്റെ ജീവിതത്തിൽ ദൈവം വാഴുന്നുണ്ടോ? സർവശക്തനായ ദൈവം എൻ്റെ ദൈവം ആണോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സ്പഷ്ടമായി ചോദിക്കുന്ന ഒരു വിഷയം. എൻ്റെ ജീവിതത്തിൻ്റെ പുറത്ത് വാഴുന്ന ദൈവം തന്നെയാണോ? ഇസ്രായേലിനോട് പറയുന്നത്, ഇസ്രായേലേ ഞാൻ നിങ്ങളുടെ പുറത്ത് വാഴുന്നവനാ. അടുത്തത്, നീ എൻ്റെ ദാസൻ. മലയാളത്തിൽ 8ാമത്തെ വാക്യം, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ. നീയോ എൻ്റെ ദാസൻ. അവിടെ ഒന്ന് നിന്നേ. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ആ രീതി, ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഓരോ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ആ രീതി, എൻ്റെ ദാസൻ. ഈ ജനത്തെ ദൈവം തൻ്റെ ദാസൻ എന്ന് എന്തിനാ വിളിക്കുന്നത്? ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ദാസന്മാരുണ്ടല്ലോ, പണി ചെയ്യുന്നവരുണ്ടല്ലോ, അടിമകളുണ്ടല്ലോ. അവരെ ദാസനായിട്ട് എടുത്തതിൻ്റെ കാരണം, നമ്മളിപ്പം ജോലി ചെയ്യുമ്പോൾ അവരുടെ എംപ്ലോയീസ് ഇല്ലയോ, അവരുടെ നിന്ന് ശമ്പളം മേടിച്ച് അവർ പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടിയില്ലയോ അവർ നമ്മളെ കൂലിക്കാരെന്ന് വിളിക്കുന്നത്. നമുക്ക് വലിയ വലിയ പേരുണ്ട്, പക്ഷെ നമ്മൾ അവരുടെ കൂലിക്കാരില്ലയോ, അവരുടെ ദാസന്മാരില്ലയോ. അവർ പറയുന്നതിൻ്റെ അപ്പുറം നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? നേഴ്സോ ഡോക്ടറോ എൻജിനീയറോ IT സെക്ടറിൽ ഏതാണെങ്കിലും ആ കമ്പനിയുടെ ദാസനില്ലയോ? ഇത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ യാഥാർത്ഥ്യം അതില്ലയോ? അവർ പറയുന്ന പണി ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് ശമ്പളം തരുന്നു. നമ്മൾ ദാസന്മാരാ. അവർ നമ്മളോട് അനീതിയും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒക്കെ ശമ്പളം പോലും കിട്ടുന്നില്ല, അന്യായം ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും കുറേ കാരണത്താൽ. നമ്മുടെ സർവശക്തനായ ദൈവം അങ്ങനത്തെ യജമാനനാണോ? നമ്മളോട് ദ്രോഹം ചെയ്യുമോ? അനീതി കാണിക്കുമോ? വ്യാജം പറയുമോ? നീതിമാനല്ലയോ? വിശ്വസ്തനില്ലയോ? ഞാൻ ആ ദൈവത്തിൻ്റെ ദാസനെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൃപ, എനിക്ക് ഇങ്ങനത്തെ ഒരു യജമാനനെ കിട്ടിയല്ലോ. എന്നോട് ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ലല്ലോ. ഒന്ന് നിന്ന് ചിന്തിച്ചേ. നമ്മുടെ യജമാനൻ്റെ ആ വിശ്വസ്തത, യജമാനൻ്റെ സ്വഭാവം, യജമാനൻ്റെ കരുതൽ നമ്മൾ എത്ര സ്തുതിച്ചാലും കുറവാണ്. പക്ഷേ അടുത്ത ഒരു കാര്യം, ഞാൻ ദാസനാണ്. ദാസന് സ്വന്തം അവകാശങ്ങൾ വല്ലതും ഉണ്ടോ? ദാസൻ പറയുന്ന അനുസരിച്ചാണോ യജമാനൻ ചെയ്യുന്നത്? നമ്മൾ ദാസന്മാര്. യജമാനൻ്റെ ഇഷ്ടമില്ലയോ നിവർത്തിക്കേണ്ടത്? അതോ നമ്മുടെ ഇഷ്ടമോ? ആരുടെ ഇഷ്ടമാണ് നിവർത്തിക്കേണ്ടത്? ഇനി അനുഗ്രഹത്തിൻ്റെ പ്രാസംഗ്യന്മാർ, വചനം പറയുന്നവർ, അവരുടെ തോന്നൽ,
അവരുടെ ചിന്ത, അവർ പഠിപ്പിക്കുന്നത്, അവർ പ്രസംഗിക്കുന്നത്, നല്ല സ്റ്റേജുകളും നല്ല സെറ്റപ്പൊക്കെ ഉണ്ട്. ലക്ഷക്കണക്കിനുള്ള ക്യാമറാസ് എല്ലാം വെച്ച് നല്ല പ്രസംഗമാ, നല്ല പഠിപ്പിക്കറ, ജനം കേട്ട് ആസ്വദിക്കുക. അവർ പഠിപ്പിക്കുന്നത് എന്ത്? ദാസന യജമാനനോട് പറയേണ്ടിയത് എന്തുവാ ചെയ്യേണ്ടിയത്. പാവം യജമാനൻ ഒന്നും അറിയത്തില്ല. യജമാനൻ മണ്ടന, ദാസന്മാർക്ക് ആ വിവരമുള്ളത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധി നിന്നുകൊണ്ട് പറയുന്ന ഇത് വേണം, അത് വേണം, ഇങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം. ദാസൻ ആര്? നമ്മളോ ദൈവമോ? ആരാ ദാസൻ? നമ്മുടെ സംസാരവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നടപ്പ് കണ്ടാൽ ദാസൻ ആര്? സർവശക്തൻ ഇവിടെ പറയുന്നത്, നീ എൻ്റെ ദാസൻ, ഞാൻ പറയുന്നത് പോലെ ചെയ്യാനാ നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ വിളിച്ചത്. നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, എൻ്റെ ഇഷ്ടം നിറവേറുമ്പോഴാണ് എനിക്ക് മഹിമ കിട്ടുന്നത്. ഞാൻ നിന്നെ ഉണ്ടാക്കിയത് എൻ്റെ മഹത്വത്തിനാ, നിന്റെ ആഗ്രഹം നേടിത്തരാനല്ല. ഇത് പറയുമ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ പ്രസംഗം ശരിയല്ല, ഈ ഉപദേശം ശരിയല്ല. ഇന്നത്തെ ദാസന്മാർ അവരുടെ യജമാനൻ്റെ മേളിലിരിക്കുക, അവകാശം പറയുക. ഇവിടെ ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, നീ എൻ്റെ ദാസൻ. അടുത്തത് പറയുന്നത് എന്താ? ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ. ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ. ഇനി അടുത്തത്, പുകഴണ്ട. നീ ഇസ്രായേലാ പറഞ്ഞുകൊണ്ട് പുകഴല്ലേ, നിഗളം വരല്ലേ. നീ യാക്കോബാ, നീ വഞ്ചകനാ, നിനക്ക് ഒരു അവകാശവുമില്ല. യാക്കോബ് ദാസൻ, ഇസ്രായേൽ. ഒന്നിരുന്ന് തന്നെ ഇരുന്ന് അങ്ങ് ധ്യാനിച്ചാൽ മതി. എത്ര കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. നിനക്ക് ഒരു അർഹതയുമില്ല, നീ വഞ്ചകൻ. കൃപയാൽ ഞാൻ നിന്നെ ഈ സ്ഥാനത്തിൽ കൊണ്ടുവന്നു. ഈ രീതിയിൽ വചനം പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. നീ യാക്കോബാ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. നിഗളിക്കല്ലേ, അഹങ്കാരം വരല്ലേ. യാഥാർത്ഥ്യം ഇതാ, ഞാനാ തെരഞ്ഞെടുത്തത്. ഈ കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുട്ട് വരയ്ക്കാൻ തുടങ്ങുമോ? നമ്മുടെ മുട്ട് വരയ്ക്കാൻ തുടങ്ങുമോ? ആ സർവശക്തൻ നമ്മുടെ പുറത്ത് കൃപ കാണിച്ചുകൊണ്ടില്ലയോ നമ്മളിന്ന് ഈ സ്ഥാനങ്ങളിലായിരിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയാണോ അതോ നമ്മുടെ കഴിവാണോ? നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കിയോണ്ടില്ലയോ നമ്മൾ ആരാധിക്കുന്നത്? അടുത്തത് ദൈവം പറയുന്നത് എന്താ? അടുത്തത്, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. അടുത്തത് എത്രയും മതി. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി. നിന്റെ യോഗ്യതയല്ല, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ടാണ് ഞാൻ ഈ കരുണ കാണിക്കുന്നത്, ഞാൻ ഈ കൃപ കാണിക്കുന്നത്. നിന്റെ കാരണമല്ല, നിന്റെ സ്വഭാവം കാരണമല്ല, നിന്റെ നല്ല പ്രവൃത്തികൾ കാരണമല്ല, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ കാരണത്താല. നിന്റെ പിതാവ് അബ്രഹാം എൻ്റെ സ്നേഹിതനായിരുന്നു. ഞങ്ങൾ രണ്ടും ഒന്നിച്ച് നടന്നതാ, ഞാൻ പറയുന്ന അനുസരിച്ച് ചെയ്തതാ. ഞാൻ അവനോട്, എൻ്റെ സ്നേഹിതനോട് ഉടമ്പടി ചെയ്തു, വാഗ്ദാനങ്ങൾ കൊടുത്തു, സത്യം ചെയ്തു. അതായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. അവനെ ഓർത്തുകൊണ്ട് മാത്രമാ നിന്നോട് ഞാൻ ഈ കൃപ കാണിക്കുന്നത്. ഉദാഹരണമായി ദാവീദിൻ്റെ മേശയിൽ മെഫിബോസേത്ത് ഇരിക്കുന്നത് മുടന്തന. പക്ഷെ ദാവീദ് മെഫിബോസേത്തിനെ മേശയിൽ അവിടെ ഇരുത്തി, നിന്റെ മരണം വരെ ഇവിടെ ഇരുന്ന് നീ ആഹാരം കഴിച്ചോണമെന്ന് പറയുന്നതിൻ്റെ കാരണം മെഫിബോസേത്തിൻ്റെ ഗുണങ്ങൾ കാരണമല്ല. മുടന്തന, നടക്കാൻ പോലും കഴിയത്തില്ല. നിന്റെ പിതാവ് യോനാഥാൻ കാരണമാ. നിന്റെ പിതാവും ഞാനും
സഹോദരന്മാരായിരുന്നു, നിന്റെ പിതാവ് മരിച്ചു, പക്ഷെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല ആ സഹോദര സ്നേഹം. അത് കാരണമാണ് നീ എൻ്റെ കൂടെ ഈ മേശയിൽ ഇരിക്കുന്നത്. നമ്മുടെ കാര്യമൊന്ന് ഓർത്തേ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ നന്മകൾ നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും അവരുടെ ഭക്തി കാരണമാണോ? ചിലരുടെ ചിന്ത അതാ. അപ്പച്ചന്മാർ നടന്നു, കഷ്ടം സഹിച്ചു, ത്യാഗം സഹിച്ചു, നമുക്കിന്ന് അനുഗ്രഹം. പിതാക്കന്മാരുടെ ആണോ? അതോ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ കാരണമാണോ നമ്മൾ ഇന്ന് കൃപ അനുഭവിക്കുന്നത്? ആർ കാരണമാ? അബ്രഹാമിൻ്റെ വിഷയത്തിൽ പറയുന്നു, എൻ്റെ സ്നേഹിതനായ അബ്രഹാം കാരണം നമ്മളിന്നായിരിക്കുന്നത്. ദൈവസന്നിധിയിൽ അനുഭവിക്കുന്ന ഓരോ നന്മകൾ നമ്മുടെ ഒരു യോഗ്യതയുമില്ല. എൻ്റെ പേര് പറഞ്ഞാൽ യാക്കോബ, ഞാൻ വഞ്ചകനാ. എൻ്റെ സ്ഥിതി നോക്കിയാൽ മെഫിബോസേത്തിൻ്റെ സ്ഥിതിയാ. പക്ഷെ ക്രിസ്തു നിമിത്തം മാത്രം നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മളെ നീതീകരിച്ചത് നമ്മുടെ ഗുണങ്ങളാണോ, നമ്മുടെ പ്രവൃത്തികളാണോ? ക്രിസ്തു ഏകജാതനായ പുത്രൻ നിമിത്തമാ. ഒന്ന് നിന്നെ ദൈവസന്നിധിയിൽ നമ്മൾ എത്ര ദൈവത്തെ സ്തുതിക്കേണ്ടതാ. നിഗളിക്കാൻ വല്ലതും ഉണ്ടോ? അഹങ്കാരിക്കാൻ വല്ലതും ഉണ്ടോ? അടുത്തത് അതിൻ്റെ 9 വായിച്ചേ. ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, ഞാൻ നിന്നെ നിരസിച്ച് കളഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ എന്തൊക്കെയാ ചിന്തിക്കുന്നത്? നമ്മളൊക്കെ ദുഃഖിക്കുന്നത് വെറുതെ അല്ലയോ? എത്ര സമയം പാഴാക്കി കളഞ്ഞു. പിതാവുള്ളപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ഇതിനൊരു സംഭവമുണ്ട്. മാർട്ടിൻ ലൂഥർ, നമുക്കറിയാമല്ലോ, റിഫോർമേഷൻ്റെ സമയത്ത് റിഫോർമേഷന് വേണ്ടി യൂസ് ചെയ്ത ദൈവത്തിൻ്റെ ദാസൻ മാർട്ടിൻ ലൂഥർ ഒത്തിരി അവസരങ്ങളിൽ ഡിപ്രഷനിൽ അങ്ങ് പോകുമായിരുന്നു. ഒരു അവസരത്തിൽ ഒത്തിരി ഡിപ്രഷനിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പോകും, തന്നെ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് ദിവസം നിൽക്കുക. അങ്ങനെയാകുമ്പോൾ നിൻ്റെ ഡിപ്രഷനൊക്കെ മാറും. അദ്ദേഹം കുറച്ച് ദിവസം അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പം പണ്ടത്തെക്കാട്ടും കൂടുതൽ ഡിപ്രഷനിലാണ്. വീട്ടിൽ വന്ന് കയറിയപ്പം തൻ്റെ ഭാര്യ കേറ്റ്, മക്കളും എല്ലാം കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ടിരിക്കുക, കറുത്ത ഡ്രസ്സാണ്. മാർട്ടിൻ ലൂഥർ ഇട്ട് ഡിപ്രഷനിൽ ഇരുന്ന് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഈ കറുത്ത വസ്ത്രം ഇടുന്നത്? എന്താ, ആര് മരിച്ചു? എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അന്നേരം കേറ്റ് പറഞ്ഞു, ഭാര്യ പറയുക, എന്തോ ചെയ്യാനാ, കണ്ടില്ലയോ മാർട്ടിൻ ലൂഥറിൻ്റെ ദൈവം മരിച്ചു. അതുകൊണ്ട് ഫ്യൂണറലിന് വേണ്ടി ഞങ്ങൾ ഈ കറുത്ത വസ്ത്രം ഇട്ടേക്കുക, ദുഃഖിക്കുക. അത് കേട്ട ഉടനെ തന്നെ മാർട്ടിൻ ലൂഥറിന് വിഷയം പിടികിട്ടി. എൻ്റെ ദൈവം ഒരിക്കലും മരിക്കത്തില്ല, ഞാൻ എന്തിനാ ഈ ഡിപ്രഷനിലിരിക്കുന്നത്? ഉടനെ തന്നെ ചിരിക്കാൻ തുടങ്ങി. ഭാര്യയും മക്കളോട് പറയുന്നേ, ദൈവം മരിച്ചിട്ടില്ല, വസ്ത്രം മാറാൻ പറഞ്ഞു. നമ്മൾ എത്ര സമയം വ്യർത്ഥമാക്കിയിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്. ദൈവം ത്യജിച്ചോ? ഞാൻ നിങ്ങളെ ത്യജിച്ചിട്ടില്ല എന്നാ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത്. അടുത്തത് അവിടെ നമ്മൾ ആ വാക്യം പിന്നെയും വായിച്ചേ, 9-ാമത്തെ വാക്യം. ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും.
ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട്, എൻ്റെ നീതി ഉള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ ദൈവശബ്ദം കേട്ട് നമുക്ക് ബലപ്പെടാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എത്ര അവസരങ്ങളിൽ വാക്യങ്ങളിൽ വായിച്ചതാ, ദൈവശബ്ദം കേട്ടതാ. ഒന്നുകൂടെ ദൈവം നമ്മളോട് സംസാരിക്കുക. എൻ്റെ നീതിയുടെ വലങ്കൈ കൊണ്ട് നിന്നെ പിടിച്ച് ഞാൻ നിന്നെ താങ്ങുന്നേ. രോഗം, പ്രയാസം, ബുദ്ധിമുട്ട് എന്തോ വന്നോട്ടെ, ഞാൻ നിന്നെ താങ്ങും. പ്രതികൂലം വർദ്ധിക്കുന്നുണ്ട്, നീ എന്തിനാ ഭാരപ്പെടുന്നേ? അടുത്തത് അതിൻ്റെ 11. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. അവർ ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നീ അവരെ കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. വലങ്കൈ പിടിച്ചോണ്ടില്ലയോ ദൈവം നമ്മളോട് പറയുന്നത്, എന്നോട് പറയുന്നത്? സാഹചര്യം ഏതായിക്കോട്ടെ, ദൈവം ഇസ്രായേൽ ജനത്തോട് മാത്രമാണോ സംസാരിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടും സംസാരിക്കുന്നുണ്ടോ? എന്നോടും സംസാരിക്കുന്നുണ്ട്. എൻ്റെ വലങ്കൈ ഇല്ലയോ പിടിച്ചേക്കുന്നത്? നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്? ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിട്ടുണ്ട്. നീ എൻ്റെ ദാസനാ. ഇസ്രായേലേ, യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാമിൻ്റെ സന്തതി ആയതുകൊണ്ട് നമുക്ക് ബലപ്പെടാൻ കഴിയുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നുണ്ടോ? അതോ പിന്നെയും ദുഃഖിച്ചിരിക്കുവാണോ? അടുത്തത് അതിൻ്റെ താഴെ, പുഴുവായ യാക്കോബേ, പുഴു. നീ പുഴുവാ. നിനക്ക് വലിയ വലിയ അഹങ്കാരം ഒന്നും വേണ്ട. നീ പുഴുവാ. നിന്റെ ഒരു യോഗ്യതയുമില്ല. അടുത്തത്, ഇസ്രായേൽ പരിഷയെ ഭയപ്പെടേണ്ട. നീ പുഴുവായതുകൊണ്ടാ ഭയപ്പെടുന്നത്. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. നിന്റെ വീണ്ടെടുപ്പുകാരന്, ഞാൻ എല്ലാം വിവരിക്കാൻ നമ്മൾ പോയാൽ സമയം കുറവാ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഒരുവൻ ഉണ്ടെന്നേ. അടുത്തത്, ഇതാ ഞാൻ നിന്നെ ഒരു പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. പല്ലുള്ളത് അതെന്തിനാ? മൂർച്ചയുള്ളത് അതെന്തിനാ അങ്ങനെ ആക്കി തീർക്കുന്നത്? അങ്ങനെ മൂർച്ചയുള്ളത് നിന്നെ ആക്കി തീർക്കുന്നതിൻ്റെ കാരണം, നിന്റെ മുമ്പേ പർവ്വതങ്ങളുടെ രൂപത്തിൽ വന്ന് നിൽക്കുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഏതായിക്കോട്ടെ, അതിനെ നീ ചെയ്യേണ്ടത് എന്താ? മെതിച്ച് പൊടിക്കുകയും. നീ അതിനെ മെതിച്ച് പൊടിക്കേണ്ടതാ. ഈ നിന്റെ മുമ്പേ വന്ന് നിൽക്കുന്ന വലിയ പർവ്വതങ്ങളെ നീ കണ്ട് എന്തിനാ ഭയപ്പെടുന്നത്? അതിനെ മെതിച്ച് പൊടിക്കാൻ വേണ്ടിയാ നല്ല മൂർച്ചയുള്ള പല്ല് തന്നേക്കുന്നത്. പക്ഷെ നമ്മളോ ഇതിനെയെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തത്, കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. കുന്നുകളെ പതിർ പോലെ നീ ആക്കി ചെയ്യും. അടുത്തത്, നീ അവയെ പാറ്റും. നീ അവയെ ഏതിനെ? ഈ മലകളെ, ഈ കുന്നുകളെ നീ പാറ്റും. കാറ്റുകൊണ്ട് അവയെ പറപ്പിച്ച്, കാറ്റുകൊണ്ട് അതിനെ പറപ്പിച്ച് കൊണ്ടുപോകും. ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. നീയോ നിന്റെ മുമ്പേ നിന്ന ഈ പർവ്വതങ്ങൾ, ഈ കുന്നുകൾ അതെവിടെ പോയി? അത് കാറ്റിൽ, ചുഴലിക്കാറ്റിലൊക്കെ പറന്നു പോയപ്പം നീ ദൈവത്തിൽ ഘോഷിക്കേണ്ടിയവനല്ലയോ? അടുത്തത് അതിൻ്റെ താഴെ,
എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരം നൽകും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ അവരെ ഒരിക്കലും, എൻ്റെ ജനത്തെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. ജാതികളോട് മുമ്പേ പറഞ്ഞ ഭാഷയും തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ഭാഷ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അടുത്തത്, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർ പൊയ്കയും വരണ്ട നിലത്തെ നീരുറവകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്തെ സരളവൃക്ഷവും പയ്യൻ മരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചതെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ ആ ദൈവം ഇത് അനുവദിക്കുന്നത്. നമ്മൾ പറയുന്നത് പോരാട്ടം, ബന്ധനം, ശാപം, വിടുതലിന് വേണ്ടി നടക്കുക. ഒരു ദൈവ പൈതലിനോട് ദൈവം സംസാരിക്കുന്ന രീതി, ഇത് കേട്ട് എനിക്ക് ബലപ്പെടാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാനായിരിക്കും എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഇസ്രായേലേ, നീ ഭാരപ്പെടണ്ട. ജാതികളോട് ഞാൻ സംസാരിച്ച നീ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചോ. ഇസ്രായേലേ, യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാം നിമിത്തം ഈ ഓരോ വാക്കുകൾ ധ്യാനിക്കുമ്പോൾ, കർത്താവേ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം, നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. മെഫിബോസേത്ത് ദാവീദിന്റെ മേശയിലിരുന്ന് ആഹാരം ഭക്ഷിക്കുമ്പോൾ മെഫിബോസേത്തിന്റെ ചിന്തകൾ എങ്ങനാ? ദാവീദ് ഇരുന്ന് നോക്കുമ്പോൾ, മെഫിബോസേത്തേ, നിന്റെ പിതാവും ഞാനും നല്ല സ്നേഹിതന്മാരായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല നിന്റെ പിതാവ് എന്നോട് കാണിച്ച ആ സ്നേഹം. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രൻ നിമിത്തം നമുക്ക് ഈ രക്ഷാദാനമായി കിട്ടിയത്. സർവശക്തൻ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ അല്ലല്ലോ നോക്കുന്നത്, തൻ്റെ ഏകജാതനായ പ്രിയപുത്രനെ ഇല്ലയോ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. എന്നെ വിട്ടുകളയുമോ? എൻ്റെ കൈ വിടുമോ? ലോകത്തിന് നമുക്ക് ആശ്വാസം തരാൻ കഴിയുന്നില്ല. വഞ്ചിക്കത്തേ ഉള്ളൂ. ഒരു പ്രയോജനമില്ലാത്ത ആശ്വാസ വാക്കുകൾ അവർ പറഞ്ഞിട്ട് അവർ പോകും. പക്ഷെ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞത് അത് എഴുതി കൈ തന്നിട്ടുണ്ടോ? നമ്മുടെ കട്ടിലിൻ്റെ അടുത്ത് ഈ ദൈവത്തിൻ്റെ ശബ്ദം എഴുതി വെച്ചത് അത് വെച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മളെല്ലാ ദിവസവും ഇത് തുറന്ന് വായിക്കുന്നുണ്ടല്ലോ. എൻ്റെ അപ്പച്ചൻ്റെ വാക്കുകളാ. എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടണ്ട, നീതിയുടെ എൻ്റെ വലങ്കൈ ഞാൻ നീട്ടി നിന്റെ വലങ്കൈ പിടിച്ചേക്കുക. ഹല്ലേലൂയ. സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ശബ്ദം നീ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ. നിന്റെ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം കർത്താവേ. കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ, ഈ വചനം വേർപിടിക്കുവാൻ സഹായിക്കണമേ.
ദുഷ്ടൻ ഈ വചനത്തിൻ്റെ വിത്ത് എടുത്തുകൊണ്ട് പോകാൻ അനുവാദം കൊടുക്കല്ലേ കർത്താവേ. അതിനുള്ള അവസരം വരല്ലേ. നമ്മൾ ഓരോരുത്തരും ഈ വചനം കേട്ട് ബലപ്പെട്ട് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയും കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സ്തോത്രം കർത്താവേ. ഇനിയുമുള്ള ദിവസങ്ങളിൽ ഇനി നീണ്ട യാത്രകളുണ്ട്. പോകുന്നിടത്ത് എല്ലാം നിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. പ്രതികൂലം ഓരോ ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ സഭ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചില കാരണം ഞങ്ങൾക്ക് എവിടെയൊക്കെ പോകുന്നു ഞങ്ങൾ യൂട്യൂബിൽ ഇടുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രതികൂലം ഒത്തിരി സ്ഥലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസികളെ നേരിട്ട് പോയി കാണാൻ പോലും അവസരം കിട്ടുന്നില്ല. സോ പ്രാർത്ഥനയിൽ ഓർക്കുക. പക്ഷേ സഭ ബലത്തോട് വളരുന്നുണ്ട്. വിശ്വാസികൾ ധൈര്യത്തോട് നിൽക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ.